4-ാം സങ്കീർത്തനം 1-ാം വാക്യം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. 2 പ്രാർത്ഥനാ വാചകങ്ങൾക്കിടയിൽ ഒരു സാക്ഷ്യം. അതാണ് ഈ വാക്യത്തിൽ കാണുന്നത്. ഈ 2 പ്രാർത്ഥനകൾക്കും കൂടുതൽ ധൈര്യം നൽകുന്നത് ഈ സാക്ഷ്യമാണ്. വീണ്ടും പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ഒരിക്കൽ ലഭിച്ച വാഗ്ദത്തത്തിൻ്റെ ഫലമായാണ്. ആ വാഗ്ദത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുമ്പ് പ്രാർത്ഥിച്ചിട്ടുള്ളതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതും. ആ വാഗ്ദത്തം ദൈവം വിശാലത വരുത്തും എന്നതാണ്. എപ്പോഴെല്ലാം ഞെരുക്കം അനുഭവിക്കുന്നുവോ അപ്പോഴെല്ലാം നീതിമാനായ ദൈവത്തോട് കൃപ തോന്നി പ്രാർത്ഥന കേൾക്കാനും ഉത്തരമരുളാനും അപേക്ഷിക്കാം. ഈ വാഗ്ദത്തത്തെ ഉദ്ധരിച്ചുകൊണ്ട് ബൈബിളിലെ എത്രയോ വ്യക്തികളാണ് ദൈവത്തോട് വിശാലതയ്ക്കായി പ്രാർത്ഥിക്കുകയും ദൈവം അവരുടെ അതിർത്തികൾ വിസ്തൃതമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നും മനുഷ്യന് കൃത്യമായി വ്യാപ്തി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത വിശാല പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയും അവിടുത്തെ അധികാരത്തിലുമാണ്. ഇനിയും അനേക പ്രപഞ്ചങ്ങൾ സൃഷ്ടിക്കാനും ദൈവത്തിന് ശക്തിയുണ്ട്. ഇപ്പോഴും അവിടുന്ന് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഈ കൊച്ചു ഭൂമിയിലെ നമ്മുടെ ചെറിയ ജീവിതത്തിലെ ഞെരുക്കങ്ങൾ ദൈവത്തിന് എത്രയോ നിസ്സാരമാണ്. നമുക്കവ വലുതും അസാധ്യങ്ങളുമെന്ന് തോന്നുമ്പോഴും ദൈവത്തിനവ വെറും വാക്കുകൊണ്ടൊരു നിമിഷം പോലുമില്ലാതെ പരിഹരിക്കാൻ കഴിയും. നിസ്സാരമെങ്കിലും നമ്മോടുള്ള സ്നേഹം നിമിത്തം ദൈവം അതിനെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. നാം ഇപ്പോഴും ഞെരുക്കത്തിൽ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുമില്ല. ആകയാൽ അവിടുന്ന് നമ്മുടെ ഞെരുക്കങ്ങളെ മാറ്റി വിശാലത വരുത്തും. വാഗ്ദത്തങ്ങൾ ദൈവം നൽകുന്നത് നാം അവയെ ആഗ്രഹിക്കാനും പ്രതീക്ഷിക്കാനും വേണ്ടി കൂടെയാണ്. ദൈവത്തിൻ്റെ പദ്ധതികളാണ് അതിലടങ്ങിയിട്ടുള്ളത്. അതിനായി പ്രാർത്ഥിക്കാനും നമ്മുടെ ലക്ഷ്യങ്ങൾ അതിനനുസരിച്ച് ക്രമീകരിക്കാനും അതിനായി പ്രവർത്തിക്കാനുമൊക്കെ അത് നമ്മെ സഹായിക്കുന്നു. ആകയാൽ ഞെരുക്കത്തിൽ വിശാലത വരുത്തുന്ന ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ വിശ്വാസത്തോടെ അറിയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.